ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഇൻഫർമേറ്റീവ് വീഡിയോ കണ്ടൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HCRA നിയമ ഭേദഗതി. നമുക്ക് ഇപ്പോൾ അറിയാം, കുറച്ച് നാളുകളായിട്ട് നമ്മൾ ടി വിയിലും പത്രങ്ങളിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ് FCRA എന്ന് പറയുന്നത്. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അതായത് വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന സംഭാവനകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ഇന്ത്യയിലെത്തുന്ന പണത്തിൻ്റെ നിയന്ത്രിക്കാനുള്ള നിയമം, അതാണ് FCRA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചാൽ, എന്താണ് FCRA, ഈ FCRA 2025-26 കാലയളവിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ നിയമ ഭേദഗതി കൊണ്ടുവന്നു, ഇനി അതെല്ലാം ഇന്ത്യയിലെ NGOകൾക്കും സാമൂഹിക സംഘടനകൾക്കും സാധാരണക്കാർക്കും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമുക്ക് അറിയാം, നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നിയമസഭ ഇലക്ഷനൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം നിയമ ഭേദഗതി കൊണ്ടുവരുന്നതോടുകൂടി വളരെയധികം മാനം ഇതിനകത്ത് വരുന്നുണ്ട്. എന്നുവെച്ചാൽ കുറേയധികം സംഘടനകളും ഒക്കെ NGOs ഒക്കെ നമ്മുടെ കേരളത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യയിലെ ഏറെക്കുറെ ഒരു 30 ലക്ഷം NGOs ഉണ്ടെന്നാണ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായിട്ടൊരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം NGOs നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം NGOസിനെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് 1976 കൊണ്ടുവന്ന ഒരു നിയമമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അതായത് ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ പുറമെന്ന രാജ്യങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ്റെ നിയന്ത്രണം അവ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. 1976 കൊണ്ടുവന്ന ഈ നിയമം പിന്നീട് 2010 ഭേദഗതി ചെയ്തിട്ടുണ്ട്. പിന്നെ 2020 ഭേദഗതി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 50 വർഷത്തിന് ശേഷം, അതായത് 2026 ആയപ്പോൾ അതിന് വീണ്ടും ഒരു ഭേദഗതി കൂടി ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. അപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സഹമന്ത്രി, അതായത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് ഇത് ഇപ്പോൾ ഒരു ബില്ല് നിയമ ഭേദഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പാസ്സാവോ ഉള്ളതെന്നുള്ളത് ഇനി ഭാവിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഈ ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന പണം, പ്രത്യേകിച്ച് NGOs, ട്രസ്റ്റ്, സാമൂഹ്യ സംഘടനകൾ, ഇവർക്കൊക്കെ ലഭിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. ഇതിനാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയും സ്വയംഭരണവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമം അത്യാവശ്യമാണെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇനി ഇത്തരത്തിൽ ഈ NGO അല്ലെങ്കിൽ ഈ NGOസിന് വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ നിയമപ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, FCRAൻ്റെ ഒരു രജിസ്ട്രേഷൻ ഈ NGOസിന് വേണം. പിന്നെ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണലൈസ്ഡ് ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അക്കൗണ്ടാണ് വേണ്ടത്. ആ അക്കൗണ്ട് ത്രൂ ആണ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം പാടുള്ളൂ. പിന്നെ ഫണ്ടിൻ്റെ ഉപയോഗം, അതായത് ഇത്തരം NGOസിലെത്തുന്ന ഈ ഫണ്ടിൻ്റെ ഉപയോഗം എന്താക്കുന്നു, ഈ സർക്കാർ ഓഡിറ്റ് സംവിധാനങ്ങൾ വെച്ചിട്ട് പരിശോധിപ്പിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടി ചിലവഴിച്ചു, അത് എത്രത്തോളം ചിലവഴിച്ചു, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ NGOs അല്ലെങ്കിൽ ഈ നിയമം എന്തൊക്കെ അനുവദിക്കുന്നില്ല, ഇത്തരത്തിൽ കിട്ടുന്ന പണം അല്ലെങ്കിൽ ഇത്തരത്തിലെത്തുന്ന ഫണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, തിരഞ്ഞെടുപ്പ് സ്വാധീനിക്കൽ, മതം മാറ്റം പോലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ ഈ നിയമം അനുവദിക്കുന്നില്ല. പിന്നെ ഈ നിയമം ലംഘിച്ചാൽ NGOസിൻ്റെ ലൈസൻസ് റദ്ദാക്കും. പിന്നെ പിഴ വരും, കേസ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഇവരുടെ NGOസിൻ്റെ ഫണ്ട് പിടിച്ചെടുക്കും. അതാണ് അടുത്ത നടപടി. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി 2025-2026 എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത്, NGO ആസ്തികൾ സർക്കാർ നിയന്ത്രണങ്ങൾക്ക് കീഴിലാവും. ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യം വരികയാണ്. ഇപ്പോൾ ഒരു NGO ഈ കിട്ടുന്ന ഫണ്ട് അങ്ങനെ ഫോറിൻ കറൻസി എന്ത് ചെയ്യുന്നു, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ മതപരിവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയം മുതലെടുപ്പിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കീഴിൽ പെടുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, NGOസിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്നു. അവരുടെ ആസ്തികൾ സർക്കാർ നിയന്ത്രണത്തിലേക്ക് പോകാം. അപ്പോൾ അത്തരം NGOസിൻ്റെ ആസ്തികൾ, അതിൻ്റെ എന്താ പറയുക, വസ്തുക്കളും സ്ഥാപന ജംഗമ വസ്തുക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ NGOസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കും. പിന്നെ ഒരു പുതിയൊരു അതോറിറ്റീനെ വെച്ചിട്ട് ഇപ്പോഴുള്ള അതോറിറ്റീനെ പിരിച്ചുവിട്ട് NGOs സർക്കാർ നിയന്ത്രണത്തിലാവും. പിന്നെ ഇതിൽ എന്തൊക്കെ വേറെ അടുത്ത രണ്ടാമത്തായിട്ട് വരുന്നത്, ഒരു കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്
എന്തുൾപ്പെടുന്നത് വെച്ചാൽ സമയത്തിനനുസരിച്ച്, അതായത് സമയപരിധിക്ക് അനുസരിച്ച് റിപ്പോർട്ടുകൾ ഗവൺമെൻറ് കൊടുക്കാൻ അത് കർശനമായിട്ട് സ്ട്രിക്റ്റായിട്ട് പരിശോധിക്കും ഗവൺമെൻറ്. പിന്നെ വിദേശ ഫണ്ടുകളുടെ ഉപയോഗം ഉണ്ടാവുമല്ലോ, അതിൽ കൂടുതൽ നിയന്ത്രണം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു തരം മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് മതമാറ്റം, ഈ രീതിയിലുള്ള ആരോപണങ്ങൾ. അതായത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് മതമാറ്റം നടക്കുന്നു, ഇത് തടയാൻ നിയമം ശക്തമാക്കുന്നു. അതായത് മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ മതമാറ്റം തടയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയുന്നതാണ്. പിന്നെ വ്യക്തിഗത വിവര പരിശോധന, അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ NGOയുടെ പ്രധാന അംഗങ്ങൾ, ഇപ്പോൾ NGOയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അങ്ങനെ കുറച്ച് മെയിനായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ വ്യക്തിഗത വിവരങ്ങളും പശ്ചാത്തലവും ഈ നിയമത്തിന് കീഴിൽ കൊണ്ടുവരും. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഈ നിയമത്തിൻ്റെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ നിയമം വരുന്നത് മൂലമുള്ള വിമർശനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ നിയമം കൊണ്ടുവരുന്നത് മൂലമുള്ള വിമർശനങ്ങളാണ് അടുത്ത് പറയുന്നത്. സർക്കാരിനെ ഇപ്പോൾ പലരും വാദിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ പലരും വാദിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നിയമം ഉണ്ടാകുന്നതുമായിട്ടുള്ള വിമർശനങ്ങളാണ് പറയുന്നത്. സർക്കാരിന് അധികാരം നൽകുന്നു. അപ്പോൾ ഈ നിയമം വരുന്നതോടുകൂടി നമ്മുടെ NGOസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കടിഞ്ഞാണ് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടും. അപ്പോൾ അവർ കുറേയധികം നിയന്ത്രണങ്ങൾ ഈ NGOസിൻ്റെ മേലെ കൊണ്ടുവരുന്നു. അപ്പോൾ NGOസിൻ്റെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുറയും. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ എടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂലം ഈ NGOസിനെ അവരുടേതായിട്ടുള്ള നിലനിൽപ്പിനെ കുറച്ച് ബാധിക്കുന്നുണ്ട് ഇത്. പിന്നെ ന്യൂനപക്ഷ സംഘടനകളെ ബാധിക്കുന്നു എന്ന് ഇങ്ങനെ ആരോപിക്കുന്നത് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. രാഷ്ട്രീയ പാർട്ടികളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നത്. ഇത് ന്യൂനപക്ഷ സംഘടനകൾ ലക്ഷ്യമിടുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ പോലും ബാധിക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ പറയുന്നത്. അതായത് ഈ നമുക്കറിയാം പല NGOസിൻ്റെ കീഴിലും അല്ലെങ്കിൽ NGOസ് ഫണ്ട് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അമ്പലങ്ങളും പള്ളികളും എല്ലാം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. പിന്നെ അതുപോലൊക്കെ തന്നെ ഇവരുടെ കീഴിലുള്ള ആശുപത്രികളും കാണാം. അപ്പോൾ ഇതൊക്കെ ഈ ഗവൺമെൻറ് സംവിധാനത്തിന് കീഴിൽ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിവിധതയും മതസ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ മതത്തിനും അവരുടേതായ സ്ഥാപനങ്ങളും സ്കൂളുകളും പിന്നെ എല്ലാതും ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഈ നിയമത്തിനനുസരിച്ച് നിയമത്തിൽ കൂടുതൽ കർശനമാക്കുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടെ വർക്കിങ്ങിനെ ഇതിന് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഇത് ജനാധിപത്യത്തിന് അപകടകരമാണ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വിമർശന ശബ്ദങ്ങൾ കുറയും. അപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ NGOസിൻ്റെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം സർക്കാർ കൂടുതൽ നിഷേധിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ സ്വതന്ത്ര സംഘടന നിലനിൽക്കാൻ ബുദ്ധിമുട്ടാവും. അതായത് ഒരു സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് മറ്റുള്ള സംഘടനകളുടെ നിയന്ത്രണങ്ങളൊന്നും കീഴിലല്ലാണ്ട് സ്വയം വർക്ക് ചെയ്യുന്ന ഒരു അത്തരത്തിലുള്ള സംഘടനകളെ ഈ നിയമം കൂടുതലധികം കടിഞ്ഞാണിട്ട് മുറുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ലൈസൻസ് റദ്ദാക്കൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് കീഴിൽ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവയുടെ ലൈസൻസ് റദ്ദാക്കും. അങ്ങനത്തെ നിയമങ്ങളൊക്കെ പെട്ടെന്ന് കൊണ്ടുവരും. അപ്പോൾ അതായത് ഉദാഹരണം, ലഡാക്കിലൊരു NGOൻ്റെ FCR റദ്ദാക്കിയിട്ടുണ്ട്. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ രജിസ്റ്റർഡ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് കീഴിൽ വരുമ്പോൾ ലൈസൻസ് റദ്ദാക്കൽ അങ്ങനത്തെ നടപടികളൊക്കെ വരാം എന്നാണ് അടുത്തൊരു വിമർശനം ഇതിനെതിരെ പറയുന്നത്. ഇനി സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നമ്മളിത് കേൾക്കണം. എന്താണെന്ന് വെച്ചാൽ അവരും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നുള്ളതെന്ന് വെച്ചാൽ വിദേശ പണം, അതായത് ഈ NGOസിന് വേണ്ടിയിട്ട് എത്തുന്ന വിദേശ പണം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ ഇൻ്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ അങ്ങനത്തെ അന്വേഷണ ഏജൻസികൾ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർക്ക് കിട്ടിയ രഹസ്യ വിവരങ്ങളോ മറ്റോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഇത്തരത്തിലുള്ളൊരു നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. ഇതെല്ലാം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകാം എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ദുരുപയോഗം, പണം കെട്ടുന്നതിൻ്റെ ദുരുപയോഗം തടഞ്ഞില്ലെങ്കിൽ അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകാം. അപ്പോൾ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ഭേദഗതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം ഭേദഗതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ 50 വർഷമായിട്ട് 3 തവണ 4 തവണയാണ് ഇത് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാലത്തിനനുസരിച്ച് നിയമങ്ങളും നമ്മുടെ നാട്ടിൽ മാറണം. അതനുസരിച്ച് നമ്മുടെ ആളുകളുടെ സ്വഭാവം, ആളുകളുടെ പ്രവർത്തന രീതികളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിയമങ്ങളും മാറ്റാനുള്ളതാണ്. പിന്നെ ഈ നിയമം മെയിനായിട്ട് ബാധിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അല്ലെങ്കിൽ മേഖലകളുണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസം. നമുക്കറിയാം NGOസിൻ്റെ മെയിനായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ അവർ ഇങ്ങനെ കിട്ടുന്ന പണം, വിദേശത്തിൽ നിന്ന് കിട്ടുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ
ഒന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പിന്നിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ NGOs വർക്കിംഗ് ആണ്. പിന്നെ ആരോഗ്യ മേഖല നമുക്കറിയാലോ, പല സൊസൈറ്റി അല്ലെങ്കിൽ പല ഹോസ്പിറ്റൽസ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഇത്തരം NGOസിൻ്റെ ഫണ്ട് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആരോഗ്യ മേഖലനെ എന്തായാലും ബാധിക്കും. പിന്നെ ഗ്രാമവികസനം, പിന്നെ ചില NGOs ഉണ്ട് ഈ ചെറിയ ഗ്രാമങ്ങളുണ്ടാവുമല്ലോ, അതായത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ചില NGOs ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാമവികസനങ്ങളെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മനുഷ്യാവകാശ പ്രവർത്തനം, അതായത് ഇത്തരത്തിൽ ഫണ്ടുകളിലെ അല്ലെങ്കിൽ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമത്തിൻ്റെ ഭാഗമായിട്ട് കർശന നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതായത് ഈ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഫുഡ്, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ NGOs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കടിഞ്ഞാണ് വീഴും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കുറയും എന്നാണ് പറയുന്നത്. ഇനി പ്രൊജക്റ്റുകൾ പലതും നിർത്തേണ്ടതായിട്ട് വരും ഇങ്ങനെ പ്രവർത്തനം കുറഞ്ഞു പോകുമ്പോൾ. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനായിട്ട് അവസാനമായിട്ട് പറയാം, ഈ FCRA എന്ന് പറയുന്നത് ഒരു ആവശ്യമായ നിയമമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആവശ്യമായ നിയമം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലൊരു 150 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത്രയധികം കോടി ജനങ്ങളുണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും അതിനനുസരിച്ച് പലതരത്തിൽ പല വരുമാനക്കാരുണ്ടാവും, അല്ലെങ്കിൽ പല ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അങ്ങനെ കുറച്ച് ജനവിഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആണ് ഈ NGOs വർക്ക് ചെയ്യുന്നെങ്കിൽ ആ NGOസിന് കിട്ടുന്ന പണം ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നറിയാൻ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ്റിന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ FCRA എന്ന് പറയുന്ന നിയമം ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് ഒരു അധിക നിയന്ത്രണം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. എന്താണെന്ന് വെച്ചാൽ രാജ്യതാല്പര്യമാണ് നമുക്ക് വലുത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷ, അല്ലെങ്കിൽ പരമാധികാരത്തിൻ്റെ സുരക്ഷ, അല്ലെങ്കിൽ തീവ്രവാദ ഭീഷണി, മാവോയിസ്റ്റ് ഭീഷണി, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ പണം അനധികൃതമായി കൈകാര്യം ചെയ്യുന്നത് ഒരു ഓഡിറ്റിന് കീഴിലാകുമ്പോൾ നല്ല രീതിയിൽ അതിനനുസരിച്ച് റെസ്പോൺസ് നമ്മളെല്ലാ NGOസും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറച്ച് കുറയും. ഒരു വശത്ത് സുരക്ഷ, അതായത് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്വതന്ത്രമായി വർക്ക് ചെയ്യുന്ന നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടണം. ഇത് രണ്ടും കൂടിയിട്ട് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ഈ പറയുന്ന നിയമം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശലക്ഷ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു NGOനെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. NGOs വർക്ക് ചെയ്യണം, NGOs ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം, NGOs ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്യണം. പക്ഷേ അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ് നിയമങ്ങൾ നോക്കിക്കൊണ്ട് മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സെഷൻ ഞാനിപ്പോൾ കുറച്ച് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻഫർമേറ്റീവ് സെഷനാണ്, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങളോ ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.